വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. സംഖ്യയുടെ പുസ്തകം 1-ാം അധ്യായം. ഈജിപ്ത് നാട്ടിൽ നിന്ന് അവർ പുറപ്പെട്ടതിന്റെ 2-ാം വർഷം 2-ാം മാസം 1-ാം തീയതി സീനായ് മരുഭൂമിയിൽ സമാഗമ കൂടാരത്തിൽ വെച്ച് കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു. വ്യക്തിഗതമായി പുരുഷഗണം മുഴുവന്റെയും പേരുകളുടെ പട്ടികയോടൊപ്പം നിങ്ങൾ ഇസ്രായേൽ സമൂഹം മുഴുവന്റെയും അംഗസംഖ്യ അവരുടെ കുടുംബങ്ങളനുസരിച്ച് അവരുടെ പിതൃഭവനമനുസരിച്ച് എടുക്കുവിൻ. ഇസ്രായേലിൽ സൈന്യസജ്ജനായ 20 അതിനുമേലും വയസ്സുള്ള എല്ലാവരെയും നീയും അഹറോനും അവരുടെ സൈന്യങ്ങളും അനുസരിച്ച് എണ്ണിത്തിട്ടപ്പെടുത്തണം. ഓരോ ഗോത്രത്തിൽ നിന്നും ഒരാൾ വീതം നിങ്ങളോടൊത്തുണ്ടായിരിക്കണം. അയാൾ തന്റെ പിതൃഭവനത്തിന് തലവനായിരിക്കും. നിങ്ങളോടൊത്ത് നിൽക്കേണ്ട ആളുകളുടെ പേരുകൾ ഇവയാണ്: റൂബിനു വേണ്ടി ഷെദേയൂറിന്റെ പുത്രൻ എലിസൂർ, ഷിമിയോന് വേണ്ടി സുരിഷദായിയുടെ പുത്രൻ ഷെലുമിയേൽ, യൂദായ്ക്ക് വേണ്ടി അമിനാദാബിന്റെ പുത്രൻ നഹ്ഷോൻ, ഇസാക്കറിനു വേണ്ടി സൂവാറിന്റെ പുത്രൻ നെത്തനേൽ, സെബുലൂന് വേണ്ടി ഹേലോന്റെ പുത്രൻ എലിയാബ്, ജോസഫിന്റെ പുത്രന്മാരിൽ പെടുന്ന എഫ്രായിമിന് വേണ്ടി അമ്മിഹൂദിന്റെ പുത്രൻ എലിഷാമ, മനാസിയയ്ക്ക് വേണ്ടി പെദക്സൂറിന്റെ പുത്രൻ ഗമാലിയേൽ, ബെഞ്ചമിന് വേണ്ടി ഗിദയോനിയുടെ പുത്രൻ അബിദാൻ, ദാനിനു വേണ്ടി അമിഷദായിയുടെ പുത്രൻ അഹിയേസർ, ആഷേറിനു വേണ്ടി ഒക്രാന്റെ പുത്രൻ പഗിയേൽ, ഗാദിന് വേണ്ടി ദെവിവേലിന്റെ പുത്രൻ എലിയാസാഫ്, നഫ്താലിക്ക് വേണ്ടി യേനാന്റെ പുത്രൻ അഹിറ. ഇവരാണ് തങ്ങളുടെ പിതൃഗോത്രങ്ങളുടെ നായകന്മാരായി സമൂഹത്തിൽ നിന്ന് വിളിക്കപ്പെട്ടവർ. ഇവർ ഇസ്രായേൽ കുലങ്ങളുടെ തലവന്മാരാണ്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഈ ആളുകളെ മോശയും അഹറോനും സ്വീകരിച്ചു. 2-ാം മാസത്തിന്റെ 1-ാം തീയതി അവർ സമൂഹം മുഴുവനെയും വിളിച്ചുകൂട്ടി. തങ്ങളുടെ പിതൃഭവനം അനുസരിച്ചുള്ള കുടുംബങ്ങളോട് ചേർത്ത് തലയെണ്ണം അനുസരിച്ചുള്ള പേരുകളുടെ പട്ടികയിൽ 20 അതിനുമേലും വയസ്സുള്ളവരെ അവർ ആളാം പ്രതി ഉൾക്കൊള്ളിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ സീനായ് മരുഭൂമിയിൽ വെച്ച് അവൻ അവരെ എണ്ണിത്തിട്ടപ്പെടുത്തി. ഇസ്രായേലിന്റെ ആദ്യജാതനായ റൂബന്റെ മക്കൾ അവരുടെ പിതൃഭവന പ്രകാരം കുടുംബങ്ങൾ അനുസരിച്ചുള്ള വംശപരമ്പരകൾ 20 വയസ്സു മുതൽ മേൽപോട്ടുള്ള പുരുഷഗണം മുഴുവന്റെയും തലയെണ്ണം അനുസരിച്ചുള്ള പേരുകളുടെ പട്ടികയിലെ സൈന്യസജ്ജനായ എല്ലാവരുമാണ്. റൂബന്റെ ഗോത്രത്തിന്റെ അംഗസംഖ്യ 46,500. ഷിമയോന്റെ മക്കൾ അവരുടെ പിതൃഭവന പ്രകാരം കുടുംബങ്ങൾ അനുസരിച്ചുള്ള വംശപരമ്പരകൾ 20 വയസ്സ് മുതൽ മേൽപോട്ടുള്ള പുരുഷഗണം മുഴുവന്റെയും തലയെണ്ണം അനുസരിച്ചുള്ള അംഗസംഖ്യ നാമങ്ങളുടെ പട്ടികയിലെ സൈന്യസജ്ജനായ എല്ലാവരും. ഷിമയോൻ ഗോത്രത്തിന്റെ അംഗസംഖ്യ 59,300. ഗാദിന്റെ മക്കൾ അവരുടെ പിതൃഭവന പ്രകാരം കുടുംബങ്ങൾ അനുസരിച്ചുള്ള വംശപരമ്പരകൾ പേരുകളുടെ പട്ടികയിലുള്ള 20 അതിനുമേലും വയസ്സുള്ള സൈന്യസജ്ജരായ എല്ലാവരും. ഗാദ് ഗോത്രത്തിന്റെ അംഗസംഖ്യ 45,650. യൂദായുടെ മക്കൾ അവരുടെ പിതൃഭവന പ്രകാരം കുടുംബങ്ങൾ അനുസരിച്ചുള്ള വംശപരമ്പരകൾ പേരുകളുടെ പട്ടികയിലുള്ള 20 അതിനുമേലും വയസ്സുള്ള സൈന്യസജ്ജരായ എല്ലാവരും. യൂദാ ഗോത്രത്തിന്റെ അംഗസംഖ്യ 74,600. ഇസാക്കറിന്റെ മക്കൾ അവരുടെ പിതൃഭവന പ്രകാരം കുടുംബങ്ങൾ അനുസരിച്ചുള്ള വംശപരമ്പരകൾ പേരുകളുടെ പട്ടികയിലുള്ള 20 അതിനുമേലും വയസ്സുള്ള സൈന്യസജ്ജരായ എല്ലാവരും. ഇസാക്കർ ഗോത്രത്തിന്റെ അംഗസംഖ്യ 54,400. സെബുലൂണിന്റെ മക്കൾ അവരുടെ പിതൃഭവന പ്രകാരം കുടുംബങ്ങൾ അനുസരിച്ചുള്ള വംശപരമ്പരകൾ പേരുകളുടെ പട്ടികയിലുള്ള 20 അതിനുമേലും വയസ്സുള്ള സൈന്യസജ്ജരായ എല്ലാവരും. സെബുലൂൺ ഗോത്രത്തിന്റെ അംഗസംഖ്യ 57,400. ജോസഫിന്റെ മക്കളായ എഫ്രായിമ്യർ അവരുടെ പിതൃഭവന പ്രകാരം കുടുംബങ്ങൾ അനുസരിച്ചുള്ള വംശപരമ്പരകൾ പേരുകളുടെ പട്ടികയിലുള്ള 20 അതിനുമേലും വയസ്സുള്ള സൈന്യസജ്ജരായ എല്ലാവരും. എഫ്രായിം ഗോത്രത്തിന്റെ അംഗസംഖ്യ 40,500. മനാസ്യർ അവരുടെ പിതൃഭവന പ്രകാരം
കുടുംബങ്ങൾ അനുസരിച്ചുള്ള വംശപരമ്പരകൾ, പേരുകളുടെ പട്ടികയിലുള്ള 20 അതിനുമേലും വയസ്സുള്ള സൈന്യസജ്ജരായ എല്ലാവരും. മനാസെ ഗോത്രത്തിന്റെ അംഗസംഖ്യ 32,200. ബെഞ്ചമിന്റെ മക്കൾ അവരുടെ പിതൃഭവന പ്രകാരം കുടുംബങ്ങൾ അനുസരിച്ചുള്ള വംശപരമ്പരകൾ, പേരുകളുടെ പട്ടികയിലുള്ള 20 അതിനുമേലും വയസ്സുള്ള സൈന്യസജ്ജരായ എല്ലാവരും. ബെഞ്ചമിൻ ഗോത്രത്തിന്റെ അംഗസംഖ്യ 35,400. ദാനിന്റെ മക്കൾ അവരുടെ പിതൃഭവന പ്രകാരം കുടുംബങ്ങൾ അനുസരിച്ചുള്ള വംശപരമ്പരകൾ, പേരുകളുടെ പട്ടികയിലുള്ള 20 അതിനുമേലും വയസ്സുള്ള സൈന്യസജ്ജരായ എല്ലാവരും. ദാൻ ഗോത്രത്തിന്റെ അംഗസംഖ്യ 62,700. ആഷേറിന്റെ മക്കൾ അവരുടെ പിതൃഭവന പ്രകാരം കുടുംബങ്ങൾ അനുസരിച്ചുള്ള വംശപരമ്പരകൾ, പേരുകളുടെ പട്ടികയിലുള്ള 20 അതിനുമേലും വയസ്സുള്ള സൈന്യസജ്ജരായ എല്ലാവരും. ആഷേർ ഗോത്രത്തിന്റെ അംഗസംഖ്യ 41,500. നഫ്താലിയുടെ മക്കൾ അവരുടെ പിതൃഭവന പ്രകാരം കുടുംബങ്ങൾ അനുസരിച്ചുള്ള വംശപരമ്പരകൾ, പേരുകളുടെ പട്ടികയിലുള്ള 20 അതിനുമേലും വയസ്സുള്ള സൈന്യസജ്ജനായ എല്ലാവരും. നഫ്താലി ഗോത്രത്തിന്റെ അംഗസംഖ്യ 53,400. മോശയും അഹറോനും ഇസ്രായേലിന്റെ നായകന്മാർ 12 പേരും. അവർ സ്വപിതൃഭവനത്തിന് ഒരാൾ വീതമായിരുന്നു. തിട്ടപ്പെടുത്തിയ അംഗസംഖ്യയാണിത്. ഇസ്രായേലിയുടെ മൊത്തം അംഗസംഖ്യ തങ്ങളുടെ പിതൃഭവനമനുസരിച്ച് ഇസ്രായേലിലെ സൈന്യസജ്ജനായ 20 അതിനുമേലും വയസ്സുള്ള എല്ലാവരുമായിരുന്നു. ആകെ അംഗസംഖ്യ 6,03,550 ആയിരുന്നു. ലേവർ തങ്ങളുടെ പിതൃഗോത്രം അനുസരിച്ച് അവരുടെ ഇടയിൽ എണ്ണപ്പെട്ടില്ല. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ലേവി ഗോത്രത്തെ മാത്രം നീ എണ്ണിത്തിട്ടപ്പെടുത്തേണ്ട. ഇസ്രായേലരുടെ ഇടയിൽ അവരുടെ അംഗസംഖ്യ എടുക്കുകയും വേണ്ട. എന്നാൽ നീ ലേവായരെ സാക്ഷ്യത്തിന്റെ ആലയത്തിന്മേലും അതിന്റെ സകല ഉപകരണങ്ങളുടെ മേലും അതിനായുള്ള എല്ലാറ്റിനുമേലും ചുമതലപ്പെടുത്തണം. ആലയവും അതിന്റെ എല്ലാ ഉപകരണങ്ങളും അവർ വഹിക്കട്ടെ. അവർ അതിനെ ശുശ്രൂഷിക്കട്ടെ. ആലയത്തിനു ചുറ്റുമായി അവർ പാളയമടിക്കട്ടെ. ആലയം നീങ്ങേണ്ടപ്പോൾ ലേവായരാണ് അത് അഴിച്ചിറക്കേണ്ടത്. ആലയം അടിക്കേണ്ടപ്പോൾ ലേവയറാണ് അത് സ്ഥാപിക്കേണ്ടത്. അതിനെ സമീപിക്കുന്ന അന്യൻ വധിക്കപ്പെടണം. ഇസ്രായേലിയർ പാളയമടിക്കേണ്ടത് തങ്ങളുടെ സൈന്യവ്യൂഹം അനുസരിച്ചായിരിക്കണം. ഓരോ ആളും തന്റെ പാളയത്തിനോടനുബന്ധിച്ചും പതാകയോടനുബന്ധിച്ചും. ഇസ്രായേലി സമൂഹത്തിനുമേൽ ക്രോധമുണ്ടാകാതിരിക്കാൻ ലേവായർ സാക്ഷ്യത്തിന്റെ ആലയത്തിന് ചുറ്റുമായി പാളയമടിക്കണം. സാക്ഷ്യത്തിന്റെ ആലയത്തിന്റെ സുരക്ഷിതത്വം പാലിക്കേണ്ടത് ലേവായരാണ്. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയെല്ലാം ഇസ്രായേലിയർ ചെയ്തു. അപ്രകാരം തന്നെ അവർ ചെയ്തു. സംഖ്യയുടെ പുസ്തകം 2-ാം അധ്യായം. കർത്താവ് മോശയോടും അഹരോനോടും ഇപ്രകാരം വചിച്ചു: ഇസ്രായേലിയർ തങ്ങളുടെ പിതൃഭവനം അനുസരിച്ചുള്ള അടയാളങ്ങളോടൊത്ത് ഓരോ ആൾ തന്റെ പതാകയോട് ചേർന്ന് പാളയമടിക്കണം. സമാഗമ കൂടാരത്തിന് നേർക്കായി ചുറ്റും അവർ പാളയമടിക്കണം. യൂദാ പാളയത്തിന്റെ പതാകയുള്ളവർ തങ്ങളുടെ സൈന്യവ്യൂഹം അനുസരിച്ച് ഉദയദിശയിൽ കിഴക്കു ഭാഗത്തേക്കാണ് പാളയമടിക്കേണ്ടത്. യഹൂദ്യർക്ക് നായകൻ അമ്മിനാദാബിന്റെ മകൻ നഹ്ശോൻ. അവന്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 74,600. അതിനോട് ചേർന്ന് പാളയമടിക്കുന്നവർ ഇസാക്കർ ഗോത്രം. ഇസാക്യർക്ക് നായകൻ സുവാറിന്റെ മകൻ നെത്താനേൽ. അവന്റെ സൈന്യവും അതിന്റെ അംഗസംഖ്യയും 54,400. സെബുലൂൺ ഗോത്രം. സെബുലൂന്യർക്ക് നായകൻ ഹേലോന്റെ പുത്രൻ എലിയാബ്. അവന്റെ സൈന്യവും അതിന്റെ അംഗസംഖ്യയും 57,400. യൂദാ പാളയത്തിന് അവരുടെ സൈന്യങ്ങൾ അനുസരിച്ച് ആകെ അംഗസംഖ്യ 1,86,400. അവരാണ് ആദ്യം നീങ്ങേണ്ടത്. ദക്ഷിണ ഭാഗത്ത് തങ്ങളുടെ സൈന്യവ്യൂഹം അനുസരിച്ച് റൂബന്റെ പാളയ പതാക. റൂബ്യർക്ക് നായകൻ ഷെദയൂറിന്റെ മകൻ എലിസൂർ. അവന്റെ സൈന്യവും അതിന്റെ അംഗസംഖ്യയും 46,500. അതിനോട് ചേർന്ന് പാളയമടിക്കുന്നത് ശിമയോൻ ഗോത്രം. ശിമയോന്യർക്ക് നായകൻ സുരിഷദായിയുടെ മകൻ ഷെലൂമിയേൽ. അവന്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 59,300. ഗാദ് ഗോത്രം. ഗാദ്യർക്ക് നായകൻ റെവുവേലിന്റെ പുത്രൻ എലിയാസാഫ്. അവന്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 45,650.
റൂബൻ പാളയത്തിന് അവരുടെ സൈന്യവ്യൂഹം അനുസരിച്ച് ആകെ അംഗസംഖ്യ 1,81,450. അവരാണ് രണ്ടാമത് നീങ്ങേണ്ടത്. പാളയങ്ങൾക്ക് മധ്യത്തിലായി ലേവായരുടെ പാളയവും സമാഗമ കൂടാരവും നീങ്ങണം. അവർ പാളയമടിച്ചതുപോലെ ഓരോരുത്തരും തങ്ങളുടെ സ്ഥാനമനുസരിച്ച് പതാകകളോടൊത്ത് നീങ്ങണം. പടിഞ്ഞാറ് ഭാഗത്ത് എഫ്രായിമിന്റെ പാളയ പതാക അവരുടെ സൈന്യവ്യൂഹം അനുസരിച്ച് എഫ്രായിമ്യർക്ക് നായകൻ അമ്മിഹൂദിന്റെ മകൻ എലിഷാമ. അവന്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 40,500. അതിനോട് ചേർന്ന് മനാസെ ഗോത്രം. മനാസ്യർക്ക് നായകൻ പെദക്സൂറിന്റെ പുത്രൻ ഗമാലിയേൽ. അവന്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 32,200. തുടർന്ന് ബെഞ്ചമിൻ ഗോത്രം. ബെഞ്ചമിന്യർക്ക് നായകൻ ഗിദയോനിയുടെ പുത്രൻ അബിദാൻ. അവന്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 35,400. എഫ്രായിമിന്റെ പാളയത്തിന് അവരുടെ സൈന്യങ്ങൾ അനുസരിച്ച് മൊത്തം അംഗസംഖ്യ 1,08,100. അവരാണ് മൂന്നാമത് നീങ്ങേണ്ടത്. വടക്കുഭാഗത്ത് ദാനിന്റെ പാളയ പതാക അവരുടെ സൈന്യങ്ങൾ അനുസരിച്ച് ദാന്യർക്ക് നായകൻ അമ്മിഷദ്ദായിയുടെ മകൻ അഹിയേസർ. അവന്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 62,700. അതിനോട് ചേർന്ന് പാളയമടിക്കുന്നവർ ആശേർ ഗോത്രം. ആശേര്യർക്ക് നായകൻ ഒക്രാന്റെ മകൻ പഗിയേൽ. അവന്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 41,500. തുടർന്ന് നഫ്താലി ഗോത്രം. നഫ്താലിയർക്ക് നായകൻ ഏനാന്റെ മകൻ അഹീറ. അവന്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 53,400. ദാനിന്റെ പാളയത്തിന് മൊത്തം അംഗസംഖ്യ 1,57,600. അവരാണ് തങ്ങളുടെ പതാകകൾ അനുസരിച്ച് അവസാനമായി നീങ്ങേണ്ടത്. തങ്ങളുടെ പിതൃഭവനം അനുസരിച്ച് ഇസ്രായേലുടെ അംഗസംഖ്യ ഇതാണ്. തങ്ങളുടെ സൈന്യങ്ങൾ അനുസരിച്ച് പാളയങ്ങളുടെ മൊത്തം അംഗസംഖ്യ 6,03,550. ഇസ്രായേലർക്കിടയിൽ ലേവായർ എണ്ണപ്പെട്ടില്ല. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയെല്ലാം ഇസ്രായേലർ പ്രവർത്തിച്ചു. അതുപോലെ തന്നെ അവർ പതാകകൾ അനുസരിച്ച് പാളയമടിച്ചു. അപ്രകാരം തന്നെയാണ് ഓരോരുത്തരും തന്റെ കുടുംബങ്ങൾ അനുസരിച്ച് തന്റെ പിതൃഭവനത്തോട് ചേർന്ന് നീങ്ങിയത്. 90-ാം സങ്കീർത്തനം. നാഥ, തലമുറ തലമുറയിൽ അങ്ങ് ഞങ്ങൾക്ക് സങ്കേതമായിരുന്നു. പർവ്വതങ്ങൾ ജാതമാകും മുമ്പേ ഭൂമിയും ലോകവും അങ്ങ് ജലിപ്പിക്കും മുമ്പേ അനാദി മുതൽ അനന്തത വരെ അങ്ങ് തമ്പുരാനാണ്. അങ്ങ് മർത്യനെ പൊടിയിലേക്ക് പിന്തിരിപ്പിക്കുന്നു. മനുഷ്യമക്കളെ പിന്തിരിയുവിൻ എന്ന് അങ്ങ് അരുൾ ചെയ്യുന്നു. എന്തെന്നാൽ അങ്ങയുടെ ദൃഷ്ടികളിൽ 1000 വത്സരങ്ങൾ കടന്നുപോയ ഇന്നലെയും രാത്രിയിലെ ഒരു യാമവും പോലെയാണ്. അങ്ങ് അവരെ തുടച്ചു മാറ്റുന്നു. പ്രഭാതത്തിലെ നിദ്രയാണ് അവർ. പുല്ലുപോലെ അത് മുളച്ചു പൊന്തും. പ്രഭാതത്തിൽ അത് നാമ്പിട്ട് മുളച്ചു പൊങ്ങുന്നു. സായാഹ്നത്തിൽ അത് അരിയപ്പെട്ട് ഉണങ്ങിപ്പോകുന്നു. എന്തെന്നാൽ അങ്ങയുടെ കോപത്താലാണ് ഞങ്ങൾ ക്ഷയിച്ചത്. അങ്ങയുടെ ക്രോധത്താലാണ് ഞങ്ങൾ പരിഭ്രാന്തരായത്. ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങ് തിരുമുമ്പിൽ വച്ചിരിക്കുന്നു. ഞങ്ങളുടെ രഹസ്യപാപങ്ങൾ തിരുമുഖ പ്രകാശത്തിലും. ഞങ്ങളുടെ ദിനങ്ങളെല്ലാം അങ്ങയുടെ ക്ഷോഭം നേരിടുന്നു. നെടുവീർപ്പ് പോലെയാണ് വർഷങ്ങൾ ഞങ്ങൾ പൂർത്തിയാക്കുന്നത്. ഞങ്ങളുടെ ആയുഷ്കാലം അതിൽ തന്നെ 70 വർഷം, ഏറിയാൽ 80 വർഷം. അവയുടെ ഭൂരിഭാഗം അധ്വാനവും ദുരിതവുമാണ്. അത് ക്ഷിപ്രം കടന്നുപോകും, ഞങ്ങളോ പറന്നകലും. അങ്ങയുടെ കോപത്തിന്റെ ഉഗ്രതയും ഭീകരതാ സമാനമായ ക്ഷോഭവും അറിഞ്ഞിട്ടുള്ളത് ആര്? ഞങ്ങളുടെ ദിനങ്ങൾ ശരിക്കും എണ്ണാൻ അറിവ് പകരണമേ. അങ്ങനെ ഞങ്ങൾ ജ്ഞാനചിത്തരായി ഭവിക്കാനിടയാകട്ടെ. കർത്താവെ, മടങ്ങി വരണമേ. അത് എന്നത്തേക്ക്? അങ്ങയുടെ ദാസരുടെ മേൽ സമാശ്വാസം ചൊരിയണമേ. എല്ലാ ദിനങ്ങളിലും ഞങ്ങൾ ആരവമുതിർത്ത് സന്തോഷിക്കേണ്ടതിന് അങ്ങേ കാരുണ്യം കൊണ്ട് പ്രഭാതത്തിൽ ഞങ്ങളെ സംതൃപ്തരാക്കണമേ. അങ്ങ് ഞങ്ങളെ എളിമപ്പെടുത്തിയ ദിനങ്ങൾക്കനുസൃതം, ഞങ്ങൾ ദുരിതം കണ്ട വർഷങ്ങൾക്കനുസൃതം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. അങ്ങയുടെ ദാസർക്ക് അങ്ങയുടെ പ്രവൃത്തിയും അവരുടെ മക്കളുടെ മേൽ അങ്ങയുടെ പ്രാഭവവും വെളിപ്പെടട്ടെ. ഞങ്ങളുടെ ദൈവമായ നാഥന്റെ പ്രസന്നത ഞങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ കരവേലയെ ഞങ്ങൾക്കായി സുസ്ഥിരമാക്കണമേ. ഞങ്ങളുടെ കരവേലയെ തന്നെ സുസ്ഥിരമാക്കണമേ. 91-ാം സങ്കീർത്തനം. അത്യുന്നതന്റെ മറയിൽ വസിക്കുന്നവൻ സർവശക്തന്റെ നിഴലിൽ രാപ്പാർക്കുന്നു. എന്റെ സങ്കേതമേ, എന്റെ ദുർഗമേ,
ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമേ എന്ന് അവൻ കർത്താവിനോട് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ വസന്തയിൽ നിന്നും നിശ്ചയമായും മോചിപ്പിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നീ അഭയം കണ്ടെത്തും. അവിടുത്തെ വിശ്വസ്തത പരിചയവും കവചവും ആയിരിക്കും. രാത്രിയിലെ ഭീകരതയെയോ പകൽ പറക്കുന്ന അസ്ത്രത്തെയോ നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയോ നട്ടുച്ചയ്ക്ക് ആക്രമിക്കുന്ന വസന്തയെയോ നീ പേടിക്കേണ്ട. 1000 നിന്റെ പാർശ്വഭാഗത്ത് വീണേക്കാം, 10,000 നിന്റെ വലത്തുഭാഗത്തും, എങ്കിലും അത് നിന്റെ അടുത്തെത്തുകയില്ല. നിന്റെ ദൃഷ്ടികൾ കൊണ്ട് നിരീക്ഷിച്ചാൽ മതി, ദുഷ്ടരുടെ പ്രതിഫലം നീ കാണും. എന്റെ സംഗീതമായ അത്യുന്നത കർത്താവിനെ നിന്റെ വസതിയായി നീ പ്രതിഷ്ഠിച്ചതുകൊണ്ട് തിന്മ നിനക്ക് വന്നു ഭവിക്കുകയില്ല. ബാധ നിന്റെ കൂടാരത്തെ സമീപിക്കുകയുമില്ല. നിന്റെ വഴികളിലെല്ലാം നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് നിനക്കായി തന്റെ മാലാഖമാരോട് കൽപ്പിച്ചിട്ടുള്ളതിനാൽ നിന്റെ കാൽ കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ ഉള്ളംകൈയിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ നടക്കും, യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടിമെതിക്കും. എന്നോട് മമതയിലായതിനാൽ ഞാൻ അവനെ രക്ഷപ്പെടുത്തും. എന്റെ നാമം അറിയുന്നതിനാൽ ഞാൻ അവനെ സുരക്ഷിതനായി ഉയരത്തിലിരുത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളുകയും ചെയ്യും. കഷ്ടതയിൽ അവനോടൊപ്പം ഞാനുണ്ടായിരിക്കും. ഞാൻ അവനെ പിടിച്ചുയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ആയുർദൈർഘ്യം കൊണ്ട് ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ആസ്വദിക്കാൻ ഞാൻ അവനിടയാക്കും. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. 2 ദിവസങ്ങൾക്ക് ശേഷം പെസഹായും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളുമായിരുന്നു. യേശുവിനെ ചതിയിൽ പിടികൂടി വധിക്കേണ്ടത് എങ്ങനെയെന്ന് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും അന്വേഷിച്ചു കൊണ്ടിരുന്നു. അവർ പറഞ്ഞു, ജനങ്ങൾ ബഹളമുണ്ടാക്കാതിരിക്കാൻ തിരുനാളിൽ വേണ്ട. അവൻ ബഥാനിയായിൽ കുഷ്ഠരോഗിയായ ശിമയോന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കെ ഒരു വെൺകൽ ഭരണിയിൽ വിലയേറിയ ശുദ്ധ നാർദിൻ സുഗന്ധ തൈലവുമായി ഒരു സ്ത്രീ അവിടെ വന്നു. അവൾ ഭരണി പൊട്ടിച്ചു തുറന്ന് അവന്റെ ശിരസിൽ ഒഴിച്ചു. അവിടെ ഉണ്ടായിരുന്ന ചിലർ അമർഷത്തോടെ പരസ്പരം പറഞ്ഞു, ഈ തൈലം പാഴാക്കി കളഞ്ഞതെന്തിന്? കാരണം ഇത് 300-ലധികം ധനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ. അവർ അവളെ കുറ്റപ്പെടുത്തി. യേശു പറഞ്ഞു, ഇവളെ വിട്ടേക്കുക, എന്തിന് ഇവളെ വിഷമിപ്പിക്കുന്നു? ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല പ്രവൃത്തി ചെയ്തിരിക്കുന്നു. ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. ആഗ്രഹിക്കുമ്പോഴൊക്കെ അവർക്ക് നന്മ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു. എന്റെ സംസ്കാരത്തിന് വേണ്ടി ഇവൾ എന്റെ ശരീരം മുൻകൂട്ടി തൈലം പൂശുകയാണ് ചെയ്തത്. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ലോകത്തെവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്തത് ഇവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും. 12 പേരിൽ ഒരുവനായ യൂദാസ് കറിയോത്ത അവനെ അവർക്ക് ഒറ്റിക്കൊടുക്കാൻ വേണ്ടി പുരോഹിത പ്രമുഖന്മാരുടെ അടുത്ത് ചെന്നു. അവർ അത് കേട്ട് സന്തോഷിച്ച് അവന് പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അവനെ എങ്ങനെ ഒറ്റിക്കൊടുക്കാമെന്ന് വിചാരിച്ച് അവൻ പറ്റിയ അവസരം പാർത്തിരുന്നു. പെസഹ ബലി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം ദിവസം അവന്റെ ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, നിനക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് എവിടെ പോയി ഞങ്ങൾ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ തന്റെ 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ടുവരുന്ന ഒരു മനുഷ്യൻ നിങ്ങളെ കാണും. അവനെ അനുഗമിക്കുക. അവൻ എവിടെ ചെന്നു കയറുന്നുവോ അവിടുത്തെ ഗൃഹനാഥനോട് പറയുക, ഗുരു ചോദിക്കുന്നു, ഞാൻ എന്റെ ശിഷ്യന്മാരുമൊത്ത് പെസഹ ഭക്ഷിക്കുന്നതിന് എന്റെ വിരുന്നുശാല എവിടെയാണ്? സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവൻ കാണിച്ചു തരും. അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക. ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിലെത്തി. അവൻ അവരോട് പറഞ്ഞിരുന്ന പോലെ കണ്ടു. അവർ പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ അവൻ 12 പേരും ഒരുമിച്ച് വന്നു. അവർ പന്തിയിൽ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവർ ദുഃഖിതരാകാനും ഓരോരുത്തരും അവനോട് ചോദിക്കാനും തുടങ്ങി, ഞാനല്ലല്ലോ? അവൻ അവരോട് പറഞ്ഞു, 12-ൽ ഒരുവൻ, എന്നോടൊപ്പം പാത്രത്തിൽ കൈമുക്കുന്നവൻ. എന്നാൽ മനുഷ്യപുത്രൻ തന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നുപോകുന്നു. എന്നാൽ ആരാൽ മനുഷ്യപുത്രൻ ഒറ്റിക്കെടുക്കപ്പെടുന്നവോ
ആ മനുഷ്യന് ദുരിതം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. അവർ ഭക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ചു മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, സ്വീകരിക്കുവിൻ, ഇത് എന്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് നൽകി. എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു. അവൻ അവരോട് അരുൾ ചെയ്തു, ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന ഉടമ്പടിയുടെ എന്റെ രക്തമാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ആ ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവമലയിലേക്ക് പോയി. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.